കഥകളെല്ലാം നമ്മെ ഭയപ്പെടുത്തുമെങ്കിലും എത്ര കേട്ടാലും മതി വരില്ല. വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് തോന്നും. കാരണം ഓരോരുത്തരുടെയും അനുഭവം വ്യത്യസ്തമാണല്ലോ. വ്യത്യസ്തമായ അനുഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്കും അത് വ്യത്യസ്തമായ ഒരു അനുഭൂതി തന്നെ നൽകും. അതുപോലെ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നതും നമ്മുടെ സബ്സ്ക്രൈബർക്കുണ്ടായ, അവരുടെ ജീവിതത്തിലുണ്ടായ യഥാർത്ഥ ഒരു പ്രേതാനുഭവമാണ്. ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് തീർച്ചയായും ഇത് വിശ്വസിക്കണമെന്നേ ഇല്ല. നമ്മുടെ സബ്സ്ക്രൈബറുടെ പേര് ഫാത്തിമ. തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. ഫാത്തിമ 8ൽ പഠിക്കുന്ന സമയത്താണ് അവൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എന്നാൽ ഇന്ന് വരെയും ആ അനുഭവത്തിൽ നിന്ന് പുറത്തേക്ക് വരാനേ സാധിച്ചിട്ടില്ല. അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് NCCയിലെ ഒരു അംഗമായിരുന്നു ഫാത്തിമ. അങ്ങനെ NCCയിൽ നിന്നും ഒരു ദിവസം ക്യാമ്പിന് കൊണ്ടുപോയി. ക്യാമ്പിന് സാധാരണ മറ്റ് വലിയ സ്കൂളുകളിലേക്കാണ് കൊണ്ടുപോകാറ്. ആ സ്കൂളിന്റെ പേരിവിടെ പറയാൻ ഫാത്തിമ ആഗ്രഹിക്കുന്നില്ല. ഒരു സ്കൂൾ, അത് മാത്രം മനസ്സിലാക്കുക. അങ്ങനെ സ്കൂളിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഇങ്ങനെയുള്ള പ്രേതങ്ങളുണ്ട് എന്നുള്ള കഥകളൊക്കെ അവരുടെ കാതിൽ വന്നിരുന്നു. എല്ലാം ആദ്യം ചിരിച്ചു തള്ളി. കാരണം 4 പേർ ഒരുമിച്ച് കൂടി സംസാരിക്കുമ്പോൾ അവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണല്ലോ. അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നും ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നുണ്ടെന്നും പലരെയും ശല്യം ചെയ്യാറുണ്ടെന്നും ഇങ്ങനെയൊക്കെയായിരുന്നു കഥകൾ. അവർ വന്ന ഈ ക്യാമ്പ് ഒരു 10 ദിവസത്തേക്കാണ്. ആദ്യ ദിവസമെല്ലാം വളരെ സാധാരണ രീതിയിലായിരുന്നു. പക്ഷേ ദിവസം കഴിയുന്തോറും പല മാറ്റം സംഭവിക്കാൻ തുടങ്ങി. ആ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോറിലായിരുന്നു ഫാത്തിമയും കൂട്ടരും താമസിച്ചിരുന്നത്. മറ്റു മുറികളിലും മറ്റു പല സ്കൂളുകളിലെ ഒരുപാട് കുട്ടികളിലുണ്ടായിരുന്നു. എന്നാലും ആ ഫ്ലോറിൽ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം സാധനങ്ങളൊക്കെ പെട്ടെന്ന് കാണാതാകും. ഒരു പക്ഷേ അതൊക്കെ മോഷണം പോയതായിരിക്കും എന്ന് കരുതി. കാരണം പല സ്ഥലങ്ങളിലുള്ള പല വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള പല കുട്ടികളോട് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. മോഷണം പോകുന്നതൊക്കെ വളരെ സാധാരണമാണ്. അതുകൊണ്ട് അതും അത്ര കാര്യമാക്കിയില്ല. ഒരു ദിവസം ഇവരെല്ലാവരും ഗ്രൗണ്ടിൽ നിൽക്കുകയായിരുന്നു. ഫാത്തിമയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് പീരിയഡ്സ് ആയതുകൊണ്ട് ഫാത്തിമയും ആ കുട്ടിയും വസ്ത്രം മാറാനായി അവരുടെ ബിൽഡിങ്ങിലേക്ക് പോയി. ആ ബിൽഡിങ്ങിൽ ആ സമയം ഇവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ഗ്രൗണ്ട് ടൈമിൽ എല്ലാവരും ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കണം, ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ബിൽഡിങ്ങിലേക്ക് വന്ന് അവരുടെ മുറിയിലേക്ക് കയറി. അതൊരു ക്ലാസ് റൂമാണ്. അവിടെ എത്തിയപ്പോൾ ആകെ മൊത്തം ഒരു മൂകത. ഉള്ളിൽ ചെറിയൊരു പേടി തോന്നി. അവിടെ കുട്ടികൾക്ക് ബുക്സ് വയ്ക്കാൻ ഒരു പ്രത്യേക ഷെൽഫുണ്ട്. അവിടെയാണ് ഇവരെല്ലാം ഡ്രസ്സും ബാഗും ഒക്കെ വച്ചിരിക്കുന്നത്. അങ്ങനെ മുറിക്കുള്ളിലേക്ക് വന്ന ഇവർ ആ ഷെൽഫ് തുറന്നു. അതിൻ്റെ അടിത്തട്ടിൽ അവർ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വെക്കുമായിരുന്നു. സാധാരണ രാവിലെ പോകുമ്പോൾ തന്നെ വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് പോകാറ്. വൈകുന്നേരം വന്ന് കുളിക്കും, അല്ലെങ്കിൽ വെള്ളം തീർന്നു പോകും. അതുകൊണ്ട് അന്നത്തെ ദിവസവും വെള്ളം പിടിച്ചു വെച്ചിട്ടാണ് പോയത്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ആ ബക്കറ്റ് കാലിയായിരുന്നു. സത്യം പറഞ്ഞാൽ ഫാത്തിമയ്ക്ക് നല്ല ഓർമ്മയുണ്ട്. ആ മുറി പൂട്ടിയിട്ടിട്ടാണ് പോയത്. പിന്നീട് വന്ന് തുറന്നത് ഇവർ മാത്രമാണ്. അവിടെ ആരും കയറാനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ കയറിയാലും വെള്ളം എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയേ ഇല്ല. കാരണം ആദ്യ ദിവസങ്ങളിൽ കുറെ മോഷണം പോയതുകൊണ്ട് എല്ലാ മുറികളും പൂട്ടിയിട്ടിട്ടാണ് പോകാറ്. പക്ഷെ ഇപ്പൊ ബക്കറ്റിൽ വെള്ളമില്ല. രാവിലെ ഷെൽഫും പൂട്ടി കീ വാർഡനെ ഏൽപ്പിച്ചതാണ്. ഇപ്പൊ ഒന്നും മനസ്സിലാക്കാത്ത ഫാത്തിമയും കൂട്ടുകാരും സീനിയേഴ്സിനോട് ഇക്കാര്യം പറഞ്ഞു. അവരും ക്യാമറയൊക്കെ പരിശോധിച്ചപ്പോൾ ആരും ആ മുറിക്കുള്ളിലേക്ക് കയറുന്ന യാതൊരു ഫൂട്ടേജും ഇല്ല. ഇതും അവൾക്കൊരു ഭയത്തിന് കാരണമായി. ഭയം പതിയെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും അവരുടെ മുറിയിലിരുന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. പെട്ടെന്ന് കതകിൽ ആരോ മുട്ടി. കതക് തുറന്നപ്പോൾ അവിടെ ക്ലീനിങ് ചെയ്യുന്ന ചേച്ചിമാരായിരുന്നു അവർ. ആ ചേച്ചിമാർ ഉടൻ തന്നെ ഫാത്തിമയെയും കൂട്ടുകാരെയും നോക്കി വഴക്ക് പറയാൻ തുടങ്ങി. കാര്യം എന്തെന്ന് പോലും അവർക്ക് മനസ്സിലായതേ ഇല്ല. പിന്നീട് ആ ജോലിക്കാർ കാര്യം പറഞ്ഞു. അവരുടെ മുറിക്കുള്ളിലേക്ക് കയറി അവരുടെ സാധനങ്ങളൊക്കെ ഇവർ വലിച്ചു വാരി ഇടുന്നു എന്നതായിരുന്നു കാരണം. കേട്ടിട്ട് ഫാത്തിമയ്ക്കും കൂടെ ഉണ്ടായിരുന്നവർക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം അവർ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ലായിരുന്നു. ഒരുപാട് തവണ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരോട് അവർ പറഞ്ഞു നോക്കി. ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. പക്ഷേ അവർ കേൾക്കാൻ കൂട്ടാക്കിയതേ ഇല്ല. പിന്നീട് വീണ്ടും CCTV പരിശോധിച്ചു. അപ്പോൾ ആരും അവരുടെ മുറിയിലേക്ക് കയറുന്നത് പോലുള്ള ഫൂട്ടേജ് ഇല്ല. അതോടുകൂടി ആയപ്പോൾ
എല്ലാവർക്കും ഒരു ഭയം വന്നു തുടങ്ങി. എല്ലാവരും വീട്ടിൽ തിരികെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ സീനിയേഴ്സ് ആകെ അവതാളത്തിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഒടുവിൽ എന്തൊക്കെയോ പറഞ്ഞ് അവരെ ഒന്ന് സമാധാനിപ്പിച്ചു. ഫാത്തിമയും കൂട്ടുകാരികളെയും ഒക്കെ ആശ്വസിപ്പിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 5 മണി കഴിയുമ്പോൾ ചില പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അവിടെയുള്ള കുട്ടികൾ തന്നെ നടത്തുന്ന പ്രോഗ്രാംസ് ആണ്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു ഫ്രീ ടൈം, ഒരു ഫൺ ടൈം പോലെ. അവിടെ മറ്റ് സ്കൂളുകളിൽ നിന്നും വന്ന ഒരുപാട് കുട്ടികൾ ഉണ്ട് കൂടെ. അങ്ങനെ ക്യാമ്പിന്റെ ഒരു 5 ദിവസം കടന്നുപോയി. 6ാമത്തെ ദിവസം എത്തി. വൈകിട്ട് പ്രോഗ്രാം നടക്കുന്നു. അതിൽ ഒരു കാണിയായിരുന്നു ഫാത്തിമ. അങ്ങനെ പ്രോഗ്രാം കണ്ടിരിക്കവേ ഫാത്തിമയുടെ ശ്രദ്ധ മറ്റെവിടേക്കോ പോയി. പെട്ടെന്ന് അവൾ അവളുടെ വീട്ടുകാരെയൊക്കെ ഓർത്തെടുക്കാൻ തുടങ്ങി. അവരെ മിസ് ചെയ്യാൻ തുടങ്ങി. അവൾ അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റേജിന് പുറകിലായി ഒരു കെട്ടിടം കണ്ടു. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടം. അവൾ ഇതിനു മുൻപ് അങ്ങനെ ഒരു കെട്ടിടം ശ്രദ്ധിച്ചിട്ടേയില്ല. ഇപ്പോ അത് അവളുടെ കണ്ണിൽ നന്നായി കാണുന്നുണ്ട്. കൂടാതെ അവിടെ അവൾ ഒരു കറുത്ത രൂപവും കണ്ടു. ആ നിമിഷം ഫാത്തിമയുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്, മറക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് അവൾ ഫ്രീസായ ഒരു നിമിഷം. അതിന് പ്രത്യേകിച്ചൊരു രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. 2 തിളങ്ങുന്ന കണ്ണുകളായിരുന്നു. അത് ഫാത്തിമയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫാത്തിമയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നി. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അവൾക്ക് ഓർമ്മയില്ല. കൂട്ടുകാരെല്ലാം അവളെ പെട്ടെന്ന് മുറിയിലെത്തിച്ചു. ഫാത്തിമ നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. എന്നാൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് കൂടിയും അവൾ കണ്ട ആ കാഴ്ച അവളുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ഫാത്തിമയ്ക്ക് അവിടെ നിൽക്കാനേ പേടിയായി. പക്ഷെ ക്യാമ്പ് കഴിയാതെ വീട്ടിൽ പോകാനും സാധിക്കില്ല. രാത്രിയൊക്കെ ഉറങ്ങാൻ തന്നെ അവൾ പേടിച്ചു. എന്നാൽ പിന്നീടാണ് അവൾ മനസ്സിലാക്കിയത്, അവൾക്ക് മാത്രമല്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായത്. അവളുടെ കൂടെയുള്ളവർക്കും മറ്റ് സ്കൂളിൽ നിന്നും വന്ന കുട്ടികൾക്കുമെല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഒരിക്കൽ ഫാത്തിമ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെവിക്ക് പുറകിലായി ആരോ ശ്വാസം വിടുന്നത് പോലുള്ള ശബ്ദം കേട്ടു. അതും വളരെ അടുത്ത് തന്നെ, വളരെ ഒച്ചത്തിൽ കേട്ടു. വല്ലാത്തൊരു യാഥാർത്ഥ്യം എന്ന വണ്ണം. പിന്നെ അവൾക്ക് ഉറക്കം വന്നതേയില്ല. തിരിഞ്ഞും മറിഞ്ഞും ഓരോന്നോർത്ത് കിടക്കാൻ തുടങ്ങി. നിഴല് പോലും ഭയപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു അത്. കൂടാതെ കിടക്കുന്ന സമയത്ത് അപ്പുറത്തെ ബിൽഡിങ്ങിലെ വെളിച്ചം ഫാത്തിമയുടെ മുറിയിലേക്ക് നേരെ പതിക്കുന്നുണ്ടായിരുന്നു. ആ സമയം സ്റ്റേജിന് പുറകിൽ അവൾ കണ്ട ആ ഒരു രൂപം ആ വെളിച്ചത്തിലും അവൾ കണ്ടു. പിന്നീട് അവൾക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നി. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. പിന്നെ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു. അങ്ങനെ അവളെ കാണാൻ വീട്ടിൽ നിന്നും വീട്ടുകാർ വന്നു. അവളെ ആശ്വസിപ്പിച്ചിട്ട് അവൾക്ക് കഴിക്കാനായി ഒരുപാട് സ്നാക്സ് വാങ്ങിക്കൊടുത്തു. ഏകദേശം ഒരു ആശ്വാസം കിട്ടിയ ദിവസമായിരുന്നു അവൾക്കത്. എല്ലാം മറന്ന് പഴയ രീതിയിലേക്ക് ഫാത്തിമ പോയി. അങ്ങനെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ബാഗിൽ വെച്ചിട്ട് വീണ്ടും പരേഡിനായി ഗ്രൗണ്ടിലേക്ക് പോയി. പരേഡ് തുടങ്ങി. പരേഡെല്ലാം കഴിഞ്ഞ് തിരികെ മുറിയിലേക്ക് വന്ന് വിശ്രമിച്ചിട്ട് സ്നാക്സ് കഴിക്കാനായി ബാഗ് തുറന്നപ്പോഴായിരുന്നു എല്ലാവരും ഒന്നടങ്കം ഞെട്ടിയത്. ആ സ്നാക്സ് മുഴുവനും ആരോ പൊടിച്ചിട്ടിരിക്കുകയാണ്. ആ പ്ലാസ്റ്റിക് കവറിൽ എന്തോ കൂർത്ത സാധനം വെച്ച് കീറിയ അടയാളമുണ്ട്. ഒരു 5 കൂർത്ത നഖങ്ങൾ കൊണ്ട് കീറിയതുപോലെ. ആ മുറിയും പൂട്ടിയിട്ടിട്ടാണ് പരേഡിന് പോയത്. കൂടാതെ ബിൽഡിംഗ് തന്നെ പൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫാത്തിമയ്ക്ക് വീണ്ടും പഴയ ആ ഒരു ഭയം വന്നുകൂടി. എന്തൊക്കെയോ ചോദ്യങ്ങൾ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഉത്തരമില്ല. ആരോ അവരെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നിനും ഒരു തെളിവില്ല. CCTVയിലാണെങ്കിൽ ഒന്നും പതിയുന്നുമില്ല. അവരുടെ മുറിക്ക് തൊട്ടപ്പുറമുള്ള ഒരു മുറി, അതായത് ക്ലാസ് റൂം, അവിടെ എല്ലാ ദിവസവും പൂട്ടിയിട്ടിട്ടാണ് പോകാറുള്ളത്. പക്ഷെ തിരികെ വരുമ്പോൾ ആ വാതിൽ തുറന്നാണ് കിടക്കാറ്. CCTV നോക്കുമ്പോൾ ആരും തുറന്ന പ്രൂഫ് പോലുമില്ല. ആരൊക്കെയോ പരസ്പരം പിറുപിറുക്കുന്ന ശബ്ദമൊക്കെ പലരും കേട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ ഇത് വെറും തോന്നൽ മാത്രമെന്നാണ് കരുതിയത്. പിന്നെ പല സ്കൂളുകളിലെയും പിള്ളേർ ഇതൊക്കെ തന്നെ പറയാൻ തുടങ്ങി. മൊബൈൽ ഫോൺ കാണാതാവുക, പിന്നീട് അതൊക്കെ ആരുമില്ലാത്ത മുറിയിൽ നിന്നും കിട്ടുക, അങ്ങനെ ഒരുപാട്. പിന്നെ പ്രാർത്ഥിച്ചും ഭയന്നും ഉറക്കമില്ലാത്ത രാത്രികൾ കടന്നുപോയി. ക്യാമ്പ് കഴിയുന്ന ആ ദിവസം എത്തി. ക്യാമ്പ് കഴിഞ്ഞ് വീടെത്തി. അന്ന് രാത്രി ഫാത്തിമ അവളുടെ വീട്ടിലെ മുറിയിൽ കിടക്കുകയായിരുന്നു. രാത്രി ഒരു സന്ധ്യസമയം. അവളുടെ മുറിയിലെ ജനാല വഴി നോക്കിയാൽ പുറത്തെ അവളുടെ വീടിന്റെ മതിൽ കാണാൻ സാധിക്കും. അങ്ങനെ അവൾ കിടന്ന് ആ ജനാല വഴി പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ആ ക്യാമ്പിൽ കണ്ട ആ രൂപം ആ മതിലിലിരിക്കുന്നത് അവൾ കണ്ടു. അത് ആ മതിലിന് പുറത്ത് ഇരുന്ന് കാല് മാട്ടിയാട്ടി ഇരിക്കുന്നുണ്ട്. കാലിൽ ഒരുപാട് നീളമുണ്ടായിരുന്നു. അത് അപ്പോഴും അവളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫാത്തിമ നിലവിളിക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് വീട്ടുകാരെല്ലാം ഓടി വന്നു. കാര്യം ചോദിച്ചു. അവൾ ഭയന്ന കാര്യം പറഞ്ഞു. വീട്ടുകാർക്കും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത ദിവസം തന്നെ വീട്ടുകാരെല്ലാം ചേർന്ന് അവളെ ഒരു ഉസ്താദിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി.
ഉസ്താദും അവളെ ഒന്ന് ഓദിച്ചു. അതിനുശേഷം ഫാത്തിമ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എങ്കിലും ഇടയ്ക്കിടെ അവൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ആരോ അവളുടെ പേര് വിളിക്കുന്നത് പോലെ തോന്നാറുണ്ട്. ഫാത്തിമയ്ക്ക് ഈ സംഭവം ഇന്ന് മനസ്സിലുണ്ട്. അവളുടെ കുഞ്ഞു പ്രായത്തിൽ നടന്നതാണ്. ഇപ്പോൾ അവൾ ഒരു മുതിർന്ന സ്ത്രീയായി. എങ്കിൽ പോലും പഴയ ആ ഒരു അനുഭവത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കുന്നുമില്ല. ആരോട് പറഞ്ഞാലും അവരാദ്യം പറയുന്നത് ഇതൊക്കെ നിന്റെ തോന്നലായിരിക്കും എന്ന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിമ ഇതിനെക്കുറിച്ച് ആരോടും പറയാറുമില്ല. പക്ഷെ നമ്മുടെ ചാനലിൽ ഫാത്തിമ ഇക്കാര്യം പറയാൻ കാരണം നമ്മുടെ ചാനൽ കുറേയധികം പേരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം അവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതൊക്കെ വെറും തോന്നലാണ്, ഇതൊക്കെ വെറും കള്ളമാണ് എന്ന് പറയുന്നവരോട് ഫാത്തിമയ്ക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഫാത്തിമയുടെ ഈ ഒരു ജീവിത കഥ കേട്ടപ്പോൾ പണ്ട് ഞാൻ NCC ക്യാമ്പിന് പോയ കാര്യമായിരുന്നു എനിക്കും ഓർമ്മ വന്നത്. ഇതുപോലെ തന്നെയായിരുന്നു. ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോയി. ഒരു 5-6 ദിവസത്തെ ക്യാമ്പായിരുന്നു അത്. ആ ഒരു സ്കൂളിലും ഇതുപോലുള്ള പല പ്രേത കഥകളെക്കുറിച്ച് പലരും പറഞ്ഞു. രാത്രി സമയങ്ങളിൽ പലരും പേടിച്ച് അലറി നിലവിളിക്കുന്ന ശബ്ദങ്ങളും കേട്ടിരുന്നു. രാവിലെ ആകുമ്പോൾ ഒരു കൂട്ടം കുട്ടികൾ കൂടിയിരുന്ന് ഇങ്ങനെയുള്ള കഥകൾ പറയുന്നതും തലേ ദിവസം രാത്രി സംഭവിച്ച ഭയാനകമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതും കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കോ എൻ്റെ കൂടെയുള്ളവർക്കോ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ക്യാമ്പിൽ ഞങ്ങളോടൊപ്പം പരേഡിനുണ്ടായിരുന്ന മറ്റ് സ്കൂളിൽ നിന്ന് വന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫാത്തിമയുടെ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലം തന്നെയാണ് ഓർമ്മ വന്നത്. എന്തായാലും ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ കടന്നു വന്ന ചിന്ത എന്താണ്? നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? NCC ക്യാമ്പിന് പോയപ്പോൾ, മറ്റെവിടെയെങ്കിലും ടൂറിന് പോയപ്പോൾ എന്തെങ്കിലും അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന മെയിൽ ID-യിലേക്ക് നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. ആവശ്യത്തിന് ലെങ്ത് ഉണ്ട്. കേൾക്കാൻ ഒരു വിശ്വസനീയമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലൂടെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.